അപ്പോൾ നമ്മൾ ഇങ്ങനെ ഔറംഗാബാദിൽ നിന്ന് സോളാപൂർ വന്നിറങ്ങി, സോളാപൂരിൽ നിന്ന് വിജാപൂർ വന്നിറങ്ങി. അപ്പോൾ ഇറങ്ങിയ വഴിക്ക് നമ്മൾ നേരെ ഇബ്രാഹിം റോസയുടെ മുന്നിലാണ്. അപ്പോൾ ഇബ്രാഹിം റോസ ഇവിടെ ഒന്ന് കണ്ടിട്ട് പോയ, ഞാൻ ഓൾറെഡി കഴിഞ്ഞ മാസം ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ നമ്മുടെ അശ്വിൻ ഇവിടെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അതെ നമ്മുടെ കറുത്ത താജ്മഹൽ ഒക്കെ പോലത്തെ ഒരു അപ്പോൾ അതും കൂട്ടി ഒന്ന് കണ്ടിട്ട് ഇവിടുന്ന് വണ്ടി നേരെ തിരിക്കാം. ഞാൻ ലാസ്റ്റ് ദിവസം വന്ന സമയത്ത് ഫുള്ള് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ടീംസും ആൾക്കാരൊക്കെ ആയിരുന്നു. ഇപ്പം ഞാനും അവനും പിന്നെ കുറച്ച് ആൾക്കാർ പുറത്തുണ്ട്. ആ മൊത്തം ഇവിടെ ഈ സമയം ഏകദേശം 6 മണി 6:30 7 മണി ഒരാൾ പോയില്ലടാ. ഞങ്ങൾ ചോദിച്ചത് തുറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചു. ഞങ്ങൾ കാരണം ബസ് ഇറങ്ങിയതിൻ്റെ ഇതിൻ്റെ ഫ്രണ്ടിലായിരുന്നു. അപ്പോൾ ഒന്ന് കണ്ടു പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് വന്നു. അപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ടിക്കറ്റ് നോർമലി രണ്ടാൾക്ക് 20 രൂപ 20 രൂപ 40 രൂപ. ഭയങ്കര പീസ്ഫുൾ. അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ തത്തകളും കിളികളുടെ സൗണ്ടും പിന്നെ ആരുമില്ല. ഇപ്പോൾ ഇതൊക്കെ എന്ന് പറയണത് ഇവരുടെ ശവകുടീരങ്ങൾ, സ്മാരകങ്ങളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സെമിത്തേരിയിൽ അല്ലെങ്കിൽ ശ്മശാനത്തിൽ അല്ലെങ്കിൽ വല്ല കബറിടങ്ങളിലൊക്കെ പോകാൻ ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്. ആ സമയത്ത് ഇതൊക്കെ ഗൈസ് ഇതൊക്കെ കബറിടങ്ങളാണ്. എക്കോ കണ്ടില്ലേ? കുറേ പേരുണ്ട്. 1 2 3 4 5 6 പേരുടെ എന്തല്ലേ അത് കാണണം.